മതേതര ജനാധിപത്യ സമൂഹത്തിൽ നടക്കാൻ പാടില്ലാത്ത ഒരു സംഭവമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം നമ്മൾ മറ്റുള്ള സ്റ്റേറ്റുകളെ പോലെയല്ല. കുറച്ച് ഉയർന്ന ചിന്താഗതി, ഉണ്ണി സാർ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഉയർന്ന ചിന്താഗതിയുള്ള ആൾക്കാരാണ് കേരളത്തിലുള്ളവരെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. തുഷാർ ഗാന്ധി നേരത്തെയും RSSനെ ശക്തമായി വിമർശിച്ചിട്ടുള്ള ആളാണ്. ഇന്നും ഇന്നലെയും വിമർശിക്കാൻ തുടങ്ങിയ ആളല്ല. അദ്ദേഹം 1998 ഗാന്ധി ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് തുടങ്ങി അദ്ദേഹം കാര്യമായിട്ട് ഈ ഗാന്ധിയൻ നയങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആളാണ്. അത് പ്രചരിപ്പിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോവുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം നേരത്തെ എടുത്ത നിലപാട് തന്നെയാണ് ഇന്നും തുടർന്നത്. അദ്ദേഹം കേരളത്തിൽ വന്നു പറഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തെ വേദനിപ്പിച്ച ഒരു കാര്യം, കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കില്ല എന്നത് വിശ്വസിച്ചിരുന്നു. കേരളത്തിൽ പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ, കാരണം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് പോലെയുള്ള പ്രശ്നങ്ങളൊന്നും കേരളത്തിൽ നടക്കില്ല എന്നാണ് അദ്ദേഹം വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ സംഭവിച്ചു എന്ത്, കേരളത്തിൽ 5ഓളം വരുന്ന BJP RSS പ്രവർത്തകർ ഇദ്ദേഹത്തെ തടഞ്ഞ് അദ്ദേഹത്തെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല. എങ്കിൽ കൂടെ കേരളത്തിൽ അതുപോലും നടക്കില്ല എന്ന് വിശ്വസിച്ചൊരു സ്ഥലമാണ്. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ രീതിയിലുള്ള വേദന ഉണ്ടാക്കി. ഈ മതേതര വിശ്വാസികളെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ അങ്ങനെയാണ്. കേരളത്തിലെ ജനങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വലിയ വില കൊടുക്കുന്ന ആൾക്കാരാണ്. ആർക്കും എന്തും പറയാം എന്നുള്ളത് അദ്ദേഹം ആ കാര്യം മനസ്സിലാക്കി എന്നുള്ളതാണ്. അദ്ദേഹത്തോട് പരാതി കൊടുക്കാൻ പറയുന്ന സമയത്ത് ഇന്ത്യ എന്ന് പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യ സ്ഥലമാണ്. അവിടെ ഞാൻ അഭിപ്രായം പറഞ്ഞു എന്നുള്ള അതിനെതിരെ സമരം നടത്താൻ അവർക്കും അധികാരമുണ്ടെന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അത് നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരുമാണ്. കേരളത്തിൽ അത് നടന്നത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകേണ്ടത് തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണ്, അദ്ദേഹം ഇവിടെ പറഞ്ഞു എന്നത് വെച്ചത് അദ്ദേഹത്തെ തടയാനും അദ്ദേഹത്തെ തടഞ്ഞു വെക്കും മുദ്രാവാക്യം വിളിക്കേണ്ട കാര്യമില്ല. കാരണം അങ്ങനെയാണെങ്കിൽ എത്ര ആൾക്കാർ എന്തൊക്കെ കേരളത്തിൽ പറയുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തെ ഒന്നും അങ്ങനെ കൈകാര്യം ചെയ്യുന്നില്ല. ഈ ഒരു സന്ദേശം കേരളത്തെ ഇകഴ്ത്തിക്കാട്ടുന്ന ഒരു സന്ദേശമായി പുറത്തേക്ക് പോയി എന്നുള്ളതാണ്. കേരളത്തിലെ മതേതര വിശ്വാസികളെയും ജനാധിപത്യ വിശ്വാസികളെയും അവർ ഉയർന്ന ചിന്താഗതിക്കാരെയും മോശക്കാരാക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു പ്രകടനമായി പോയി ഇത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വേദന ഉണ്ടാക്കി. ഇന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ അദ്ദേഹം അത് തന്നെയാണ് പറയുന്നത്. ഏകദേശം 10-15 മിനിറ്റോളം അദ്ദേഹം റിപ്പോർട്ടർ TVയോട് സംസാരിച്ചു. ആ 15 മിനിറ്റ് ഞാൻ അത് തന്നെയാണ് കേട്ടിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ മൈൻഡ് സെറ്റിനനുസരിച്ച് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ പ്രവർത്തിക്കേണ്ടത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കേരളത്തിലെ ജനങ്ങളും അങ്ങനെ തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളതും. പക്ഷേ ഒരു കാര്യം, ഇന്നും ഇന്നലെയും അദ്ദേഹത്തെ RSSനെതിരെ ശക്തമായ നിലപാട്, BJPക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചതിനാണ് മുന്നും വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെയൊന്നും കാണാത്തൊരു സമരം കേരളത്തിലുണ്ടായി എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനേക്കാൾ വലിയ ശക്തമായ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും പ്രസ്താവനകളും അദ്ദേഹം നേരത്തെ നടത്തിയിട്ടുണ്ട്. അവിടെയൊന്നും ഇതുപോലെയുള്ള ഒരു പ്രതിഷേധവും കണ്ടായിട്ടില്ല. അത് അത്രയും സംഭവം പോലും ഇല്ലാത്ത നമ്മൾ ജനാധിപത്യ മതേതര വിശ്വാസികളാണ് എന്ന് പറയുന്ന രീതിയിൽ വിചാരിക്കുന്ന ഒരു കേരളത്തിൽ ഇത് നടന്നു എന്നുള്ളതാണ് അതിശയപ്പെടുത്തുന്നത്. അത് തന്നെയാണ് മുഖ്യമന്ത്രി BJP വാർഡാണത്. അതെ, BJP അതാണ്. അദ്ദേഹം കൗൺസിലർ അടക്കം വേദിയിലുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ എന്താണ് ശരിക്കും ആ നടന്ന ചടങ്ങ് എന്ന് പറയുന്നതാണ് ശിവഗിരി മതവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഗാന്ധി വന്നതും ശ്രീനാരായണ ഗുരു ആയുള്ള സംവാദവേദിയാണത്. അതിൻ്റെ 100ാം വാർഷികമാണ് ആഘോഷിക്കുന്നത്. അപ്പം ആ സ്ഥലത്ത് ഈ എന്താണോ ഗാന്ധിയൻ ആശയങ്ങൾ അത് അദ്ദേഹം ഒന്ന് പറയാനാണല്ലോ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടാവുക. അതിനേക്കാൾ അപ്പുറം വേറെ ഒരു കാര്യത്തിന് വേണ്ടി അദ്ദേഹത്തെ വിളിക്കില്ലല്ലോ. അദ്ദേഹം ഗാന്ധിജിയുടെ കൊച്ചുമാൻ്റെ മകനാണ് അല്ലേ. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ വിളിക്കുന്നത് അതുകൊണ്ടാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഇവിടെ വന്ന് പറയുക എന്നുള്ളതാണ്. അത് കേൾക്കാൻ മനസ്സിലാത്തവർ കേൾക്കണ്ട എന്നുള്ളതിനേക്കാളും അപ്പുറം വേറെ ഒന്നും അതിനുവേണ്ടി പറയേണ്ട കാര്യമില്ല. പക്ഷേ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി അദ്ദേഹത്തിനെതിരെ പിൻവലിച്ചിട്ടേ പോകാൻ പാടുള്ളൂ എന്ന് പറയുന്നത് ജനാധിപത്യ ഇന്ത്യയിൽ പറഞ്ഞ സംവിധാനമല്ലല്ലോ. ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള സ്ഥലത്ത് അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അത് BJP ചെയ്തതും അത് കൗൺസിലർമാർ ചെയ്താലും അവർക്കത് ശക്തമായ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് അത് കേരളത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ BJPൻ്റെ രാഷ്ട്രീയം ഇവിടെ ആരും തടയുന്നില്ലല്ലോ. ആരെങ്കിലും BJP രാഷ്ട്രീയം തടയുന്നുണ്ടോ? RSSൻ്റെ രാഷ്ട്രീയം ആരെയും തടയുന്നുണ്ടോ? ഒരാളും തടയുന്നില്ലല്ലോ. അവർക്ക് അവരുടെ പ്രവർത്തനം ചെയ്യാനും സമരം ചെയ്യാനുള്ള അധികാരമുണ്ട്. പക്ഷേ ഒരാളെ തടഞ്ഞു നിർത്തിയിട്ട് അത് പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയുന്ന ശൈലിയൊന്നും ശരിയായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അദ്ദേഹം എന്നാണോ ഇത് ഈ പ്രസ്ഥാനമായി മുന്നോട്ട് ഇറങ്ങിയിട്ടുള്ളത് അന്ന് തുടങ്ങി അദ്ദേഹം ഈ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. Meet the editors.